സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ 6 മാസം കൊണ്ട് +2 NAOSലൂടെ പാസ്സാകാം, ഓൺലൈനായി എക്സാം എഴുതാം, ഇങ്ങനെ നിരവധി ആഡ്സ് കാണാറുണ്ടല്ലേ. അപ്പൊ എന്താണ് ഈ NAOS? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അതായത് പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ് NAOS. ഏത് പ്രായക്കാർക്കും അവരുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് വീട്ടിലിരുന്ന് ഓൺലൈനായി പഠിച്ചുകൊണ്ട് മുടങ്ങിപ്പോയ അവരുടെ SSLC അല്ലെങ്കിൽ +2 പഠനം ഇതിലൂടെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡൗട്ട് ആണ്, ഈ 6 മാസം കൊണ്ടൊക്കെ SSLC +2 ചെയ്താൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കുമോ? ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ഒരു ജോബിനോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഹയർ സ്റ്റഡീസിനും ജോബിനും അതുപോലെ തന്നെ എബ്രോഡ് പോകണമെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് NAOS നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി NAOSൽ ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പൊ സയൻസ് ആണെങ്കിൽ സയൻസിൽ മാത്തമാറ്റിക്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇത്രയും സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കും. സോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാം. ഇങ്ങനെ ടോട്ടൽ 5 സബ്ജക്റ്റ് ആണ് നിങ്ങൾ NAOS +2ൽ പഠിക്കേണ്ടത്. ഇനി കൊമേഴ്സിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, അക്കൗണ്ടിങ്, ബിസിനസ്, എക്കണോമിക്സ്, ഇങ്ങനെ 5 സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കേണ്ടത്. ഇനി ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ഈ 5 സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഹ്യൂമാനിറ്റീസിൽ പഠിക്കേണ്ടത്. NAOSനെ കുറിച്ചും സബ്ജക്റ്റുകളെ കുറിച്ചും ഏകദേശ ഐഡിയ ഇപ്പൊ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ NAOSുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി ഫോളോ ചെയ്യും ഗുരുകുൽ കോളേജ്.